നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. ശബരിമല കട്ടളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ നടന്ന ഗൂഢാലോചനയിൽ പിത്തള എന്ന വാക്ക് മാറ്റി ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടിയിൽ എഴുതിയതാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കുരുക്കിലാക്കിയതെന്ന് സൂചന. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബുവും സുധീഷ് കുമാറും ചേർന്ന് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നെഴുതിയതിന് പകരം പിത്തള എന്നെഴുതിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിച്ചത്. ഇത് ചെമ്പാണെന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയെന്നും പറഞ്ഞു നിൽക്കാമെന്നുമായിരുന്നു പത്മകുമാറിൻ്റെ വാദം. ഇതെല്ലാം ക്രമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളായ KT ശങ്കർദാസും പാലോള വിജയകുമാറും ഇതെല്ലാം കൂട്ടുനിന്നു. വൈകാതെ ഇവരും അറസ്റ്റിലാകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ SITV പരിശോധന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നടത്തിയ ഇടപെടലുകൾ വ്യക്തമായ തെളിവുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പ് പാളികളെന്ന് എഴുതി ചേർത്താണെന്ന് SITയുടെ നിർണായക കണ്ടെത്തൽ. ശബരിമലയിലെ സ്പോട്ട് ബുക്കിങ്ങിൽ ഇളവ് വരുത്തി ഹൈക്കോടതി. സ്പോട്ട് ബുക്കിംഗ് എത്ര പേർക്ക് നൽകണമെന്ന് അത് സാഹചര്യം പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിലെ പോലീസ് ചീഫ് ഗവർണർക്കും തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്പോട്ട് ബുക്കിംഗ് എത്ര വേണമെന്ന് ഓരോ സമയത്തും തിരക്ക് നോക്കി തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. സ്പോട്ട് ബുക്കിങ്ങിനായി 5000 നിജപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു. സംഭവം സ്ഥിരീകരിച്ച് വ്യോമസേന. അപകട കാരണം എന്താണെന്ന് അറിയാൻ അന്വേഷണം നടത്തുമെന്ന് വ്യോമസേന അറിയിച്ചു. വ്യോമാഭ്യാസത്തിനിടെ തേജസ് യുദ്ധവിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പൈലറ്റ് വീരമൃത്യു വരിച്ചുവെന്നും വ്യോമസേന സ്ഥിരീകരിച്ചു. ഹിമാചൽ പ്രദേശ് കക്ര സ്വദേശിയായ വ്യോമസേന വിംഗ് കമാൻഡർ നമൻ സാലാണ് വീരമൃത്യു വരിച്ചത്. പുതിയ 4 തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ. ഇന്നലെ മുതൽ പുതിയ 4 ലേബർ കോഡുകൾ പ്രാബല്യമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ കേന്ദ്രീകൃത പരിഷ്കാരമെന്നും ഇതുവഴി ഈസ് ഓഫ് ഡൂയിങ്സ് ബിസിനസ് കാര്യമായ പ്രോത്സാഹനം ലഭിക്കും എന്നും മോദി പറഞ്ഞു. വേതനം സംബന്ധിച്ച കോഡ്, വ്യാവസായിക ബന്ധം സംബന്ധിച്ച കോഡ്, സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ച കോഡ്, തൊഴിൽപരമായ ആരോഗ്യം, സുരക്ഷ, ജോലി സാഹചര്യങ്ങൾ സംബന്ധിച്ച കോഡ് എന്നിവയാണ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷം ഐക്യപ്പെട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും വികസനമില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നതെന്നും ജനത്തിന് വസ്തുത ബോധ്യമുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് പകരം പ്രതിപക്ഷം പ്രോത്സാഹിപ്പിക്കുന്നത് മത തീവ്രവാദ നിലപാടാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടമാകരുത് എന്ന് തന്നെയാണ് CPM നിലപാടെന്നും കുറ്റം ചെയ്ത ആർക്കും സംരക്ഷണമില്ല എന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ MV ഗോവിന്ദൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനസമയം കൂട്ടുന്ന കാര്യം ആലോചിക്കണമെന്ന് ഹൈക്കോടതി. തന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ക്യൂ സംവിധാനത്തിൽ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും നിലവിലെ രീതി സ്ത്രീകൾക്ക്, പ്രായമാർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും കോടതി വ്യക്തമാക്കി. ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ ബുക്കിംഗ് വഴി വരുന്നവർക്ക് മാത്രമായി മാറ്റിവെക്കണമെന്നും സ്പോട്ട് ബുക്കിങ്ങിന് തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കണമെന്നും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ, ശിശുക്കളോടൊപ്പമുള്ള അമ്മമാർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുൻ MLA PV അൻവറിൻ്റെ വീട്ടിൽ ഇന്നലെ രാവിലെ 6 മണിയോടെ തുടങ്ങിയ റെയ്ഡ് അവസാനിപ്പിച്ചത് രാത്രി 9:30. കേരള ഫൈനാൻസ് കോർപ്പറേഷൻ്റെ മലപ്പുറത്ത് ബ്രാഞ്ചിൽ നിന്ന് ഒരേ ഈട് വെച്ച് 2 വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ED റെയ്ഡ്. ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി 12 കോടിയോളം കടമെടുത്ത് നഷ്ടം വരുത്തിയെന്ന് വിജിലൻസ് കേസിൽ അൻവർ 4ാം പ്രതിയാണ്. അൻവറിൻ്റെ സഹായി സിയാദിൻ്റെ വീട്ടിലും PV അൻവറിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. അൻവറിൽ നിന്ന് വിശദവിവരങ്ങൾ തേടിയ ED ചില രേഖകളും പകർപ്പുകളും കൊണ്ടുപോയി എന്നാണ് പ്രാഥമിക വിവരം. കനത്ത മഴയെയും മൂടൽമഞ്ഞിനെയും തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടിരുന്ന 2 വിമാനങ്ങൾ ഇന്നലെ രാത്രി വഴിതിരിച്ചുവിട്ടു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ രാത്രി 8 എത്തേണ്ടിരുന്ന എയർ ഇന്ത്യ വിമാനത്തെ കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്കും, ഷാർജയിൽ നിന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരത്ത് എത്തേണ്ടിരുന്ന എയർ അറേബ്യ വിമാനം കൊച്ചിയിലേക്കും ആണ് വഴിതിരിച്ചുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 1,64,427 പത്രികകളാണ് സമർപ്പിച്ചത്. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത്. മിക്ക ജില്ലകളിലും 3 മുന്നണികൾക്കും വിമത ഭീഷണിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞപ്പോൾ കണ്ണൂർ, ആന്തൂർ നഗരസഭ 2 വാർഡുകളും മല്ലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളും കണ്ണപുരം പഞ്ചായത്തിലെ 2 വാർഡുകളിലും CPMന് എതിരാളില്ല. തെരഞ്ഞെടുപ്പ് മുമ്പേ തന്നെ ഈ വാർഡുകളിൽ LDF വിജയം ഉറപ്പിച്ചു. ആന്തൂരിലെ മൊറാഴ, പൊടിക്കുണ്ട് വാർഡുകളിലും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 5, 6 വാർഡുകളിലും കണ്ണപുരം പഞ്ചായത്തിലെ വാർഡ് 13, 14 വാർഡുകളിലുമാണ് CPMന് എതിരാളികൾ ഇല്ലാത്തത്.
ബിന്ദു അമ്മണി LDF സ്ഥാനാർത്ഥി എന്ന വ്യാജപ്രചരണത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകി CPM റാന്നി പഞ്ചായത്ത് 20-ാം വാർഡിൽ ബിന്ദു അമ്മണി മത്സരിക്കുന്നതായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ശബരിമല പോരാട്ട നായിക എന്ന തലക്കെട്ടോടെയാണ് കാർഡ് പ്രചരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അരുണിമ M. കുറുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകി. നിയമപരമായ തടസ്സമില്ലെന്നും പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നും അരുണിമ പ്രതികരിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ സിൻഡിക്കേറ്റിൽ നല്ല രാഷ്ട്രീയക്കാരല്ലെന്ന് VC വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് രാജ്യാന്തര യാത്രക്കാരുടെ സഞ്ചാരത്തിനും ചരക്ക് നീക്കാനുള്ള ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അംഗീകാരം. ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചോടെ ഇപ്പോൾ നടക്കുന്നത് ട്രാൻസ്ഷിപ്പിൻ്റെ പുറമേയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖത്തിന് കടക്കാൻ കഴിയും. റോഡ്, റെയിൽ മാർഗത്തിലൂടെ ചരക്ക് നീക്കവും ക്രൂ ചേഞ്ചും ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രത്യേകത. അന്താരാഷ്ട്ര തുറമുഖ ഭൂപടത്തിലെ വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഈ അംഗീകാരം സഹായകരമാകുമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. തൃശൂർ ഇരിങ്ങാലക്കുട ഇടത്തിരുത്തി സ്വദേശിയായ സ്വകാര്യ ബസ് ഉടമ മോഹൻ കാട്ടിക്കുളത്തെ കാണാനില്ല. 2022 മുതൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നയാളാണ് മോഹൻ കാട്ടിക്കുളത്ത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് നാടുവിട്ടതെന്ന് കുടുംബം ആരോപിച്ചു. യുവമോർച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപു പരമശിവനെതിരെ പങ്കാളിയായ യുവതി ഗോപു നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ചാർജർ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നും ഗോപുവിൽ നിന്ന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ജീവൻ രക്ഷിക്കാനാണെന്നും യുവതി പറഞ്ഞു. TVK അധ്യക്ഷൻ വിജയുടെ കരൂരിലെ റാലിക്കിടെ ഉണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ യുവജന വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തതിന് TVK ജനറൽ സെക്രട്ടറി ആദവ് അർജുനെതിരെ അറസ്റ്റ് ചെയ്ത FIR മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. നേപ്പാൾ ശ്രീലങ്ക മാതൃകയിൽ JNC പ്രക്ഷോഭം വേണമെന്നായിരുന്നു ആദവിൻ്റെ പോസ്റ്റ് വിവാദമായുടെ പോസ്റ്റ് നീക്കം ചെയ്തു. രാഷ്ട്രീയ റാലികൾ നടത്താനുള്ള നിർദ്ദേശമടങ്ങിയ മാർഗരയുടെ കരട് നടൻ വിജയുടെ പാർട്ടിയായ TVKയ്ക്ക് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി. തെലങ്കാന ആഭ്യന്തര വകുപ്പിൽ വൻ അഴിച്ചുപണി. ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഒറ്റ ഉത്തരവിൽ 32 IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നേതൃത്വ മാറ്റത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നത് എൻ്റെ രക്തത്തിലില്ലെന്നും സംസ്ഥാനം 140 കോൺഗ്രസ് MLAമാരും എൻ്റെ എന്നും കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. SIR നടപടികൾക്കെതിരെ ഗുജറാത്തിലും BLOയുടെ ആത്മഹത്യ. മാനസിക സമ്മർദ്ദം താങ്ങാനാവാൻ സ്കൂൾ അധ്യാപകനായ BLO ജീവനൊടുക്കി. ഗുജറാത്ത് കോടി നാർദേവേലി സ്വദേശിയായ പ്രൈമറി സ്കൂൾ അധ്യാപകൻ അരവിന്ദ് വധേറാണ് മരിച്ചത്. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും താങ്ങാൻ ആവില്ലെന്നും ആത്മഹത്യക്കുറിപ്പുകളുണ്ട്. ഇന്നലെ രാവിലെയാണ് അധ്യാപകനെ വീട്ടുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.